വെൽക്കം ബാക്ക് ടു അവർ മൈ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ 30 ഡേയ്സ് വരുന്ന ഒരു സ്പീക്കിംഗ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്പീക്കിംഗ് ചലഞ്ചിൽ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ളതല്ല, 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന 30 ദിവസമാണ് ഇന്ന് മുതൽ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ 30 ദിവസത്തിൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഓരോ ആഴ്ചയായിട്ട് അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ഈ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല. പെട്ടെന്ന് തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ 30 ദിവസത്തിൽ ഡ്യൂറിങ് ഫസ്റ്റ് ഡേയ്സ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ്. സറ്റീസ്, ഗ്രീറ്റിങ്സ്, സെൽഫ് ഇൻട്രൊഡക്ഷൻ, നമ്പേഴ്സ് ആൻഡ് ടൈം, എക്സ്പ്രഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് 5 ഡേയ്സ് 1 to 5 നമ്മൾ നോക്കുന്നത്. ഗ്രീറ്റിങ്സ് ഉണ്ട്, സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, ടൈം, എക്സ്പ്രഷൻസ്, ഈ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഒരാഴ്ചത്തെ കാര്യങ്ങൾ നോക്കുന്നത്. ദെൻ ഫ്രം ഡേ 6 to 10 അല്ലേ, 6 മുതൽ 10 ദിവസം വരെയുള്ള ആ ദിവസങ്ങളിൽ നമ്മൾ വിൽ ലേൺ ലൈക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന കോൺവെർസേഷൻസ് ലൈക്ക് മോർണിംഗ് റുട്ടീൻസ്, ഹൗസ് വർക്ക്, പിന്നെന്താണ് ഫോൺ കോൺവെർസേഷൻസ്, കോമൺ ക്വസ്റ്റ്യൻസ്, ഇവയെല്ലാം കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടാണ് അടുത്ത ഒരു വീക്ക് വരുന്നത്. 30 ദിവസത്തെ കാര്യമാണല്ലോ. പിന്നെ നമ്മൾ ഫ്രം ഡേ 11 to day 15 അങ്ങനെ 15 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ, അതേപോലെ ട്രാവൽ ചെയ്യുമ്പോൾ, നമ്മൾ ഈ ഹോസ്പിറ്റലോ എവിടെയെങ്കിലും ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ, പിന്നെ നമുക്ക് ഒരാളോട് എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ആസ്കിങ് ഫോർ ഡയറക്ഷൻ, ഇതൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ഒരാഴ്ച പഠിക്കുന്നത്, അടുത്ത ദിവസങ്ങളിൽ. പിന്നെ ഫ്രം ഡേ 60 to 20 അവിടെ നമ്മൾ പഠിക്കുന്നത് വി വിൽ പ്രാക്ടീസ് ഡെയിലി കോൺവെർസേഷൻ വിത്ത് ഫ്രണ്ട്സ്, നൈബേഴ്സ്, കൊളീഗ്സ്, അങ്ങനെയുള്ള എല്ലാവരോടും എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, അതിൻ്റെ ഒരു ഫോമാറ്റ്, സ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്നത് 21 to 25 നമ്മൾ പഠിക്കുന്നത് കുറച്ചും കൂടെ നല്ലോണം പഠിക്കാൻ തുടങ്ങും. അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് ത്രൂ കോൺവെർസേഷൻ, സംസാരത്തിലൂടെ എങ്ങനെയാണ് നമ്മൾ സംസാരിച്ച് പഠിക്കുന്നത് എന്നുള്ള പ്രാക്ടീസ് സെക്ഷനുകളായിരിക്കും പിന്നെയുള്ള ആഴ്ചകൾ മുഴുവനും പോകുന്നത്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ 26 to 30 ആണെങ്കിൽ നമ്മൾ കുറച്ച് അഡ്വാൻസ് ലെവലിലോട്ട് പോകും. അവിടെ നമ്മൾ സ്റ്റോറി ടെല്ലിങ്, പിന്നെ 1 to 2 മിനിറ്റ് സ്പീക്കിംഗ് സെക്ഷൻ, പിന്നെ പിക്ചർ തന്നിട്ട് അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ക്ലാസ്സുകളുടെയും അവസാനത്ത് നിങ്ങൾക്കൊരു ചലഞ്ചും ഞാൻ തരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലോണം പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 30 ഡേയ്സിൽ നമ്മൾ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് നമ്മൾ ക്ലാസ് ഇല്ല. അപ്പോൾ ഇതിങ്ങനെയാണ്, നമ്മൾ നാളെ മുതൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വരും. ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് നിങ്ങൾ എൻ്റെ ഒപ്പം ഇരുന്നാൽ, നിങ്ങൾ എൻ്റെ ഒപ്പം ഒന്ന് ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ ഈ 30 ദിവസം കൊണ്ട് ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകും. കാരണം നിങ്ങൾ ഇതിനു മുമ്പേ കുറേ ഇംഗ്ലീഷൊക്കെ കേട്ട് എൻ്റെ അടുത്ത് നിന്ന് പഠിച്ച സ്ഥിതിക്ക്, ടെൻസസ് ഒക്കെ പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇത് നല്ലപോലെ നിങ്ങൾക്ക് പറഞ്ഞ് ഉപകാരപ്പെടും കേട്ടോ. അപ്പം ഞാൻ അതിപ്പോൾ നാളെ എൻ്റെ വരുന്നതിന് മുമ്പേ തന്നെ ഇപ്പം ഞാനിപ്പോൾ നമ്മൾ ടെൻസസിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുക, ആ പ്ലേലിസ്റ്റ് മൊത്തം. അപ്പോൾ ആ ടെൻസസിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ ഓരോരുത്തരും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കാണുക. കാരണം ഓരോ ടെൻസസും എങ്ങനെയാണെന്ന് നിങ്ങൾ അതിനകത്ത് അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കൊന്ന് പഠിച്ചു വെക്കുക. കാരണം നമ്മളിവിടെ ടെൻസസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സെൻറ്റൻസുകളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഓരോ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അത് നമ്മുടെ പഠനത്തിൻ്റെ തുടക്കമാണ്. എന്തെങ്കിലും തുടങ്ങാതെ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മുടെ തുടക്കമാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇങ്ങനെ ഈ 30 ദിവസം ചലഞ്ചിൽ നമ്മുടെ ഒപ്പം ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ യാത്രയിൽ ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ.
പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ്റെ അവിടെ ആ ബെൽ ബട്ടണും കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പം പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. പിന്നെ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ആർക്കെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അതൊക്കെ ചെയ്യുക. പിന്നെ എൻ്റെ നമ്പർ ഇവിടെ തരുന്നുണ്ട്, നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കണം. ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് നിന്ന് തന്നെ സ്പീക്കിംഗ് ക്ലാസ്സുകൾ ലൈവ് ഉണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ് എല്ലാം പേഴ്സണൽ ക്ലാസ് ആണ്. അങ്ങനെ ജോയിൻ ആയി പഠിക്കണമെന്നുണ്ട് എങ്കിലും അതും നിങ്ങൾക്ക് ഈ നമ്പറിൽ എന്നെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ റെഡിയല്ലേ? നാളത്തേക്ക് നിങ്ങൾ റെഡിയായിട്ടിരിക്കണം, റെഡിയായി തന്നെ ഇരിക്കണം. കാരണം എത്ര പഠിച്ചിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ കിട്ടുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അത് ശരിയാവില്ല, അതൊരിക്കലും ശരിയാകത്തില്ല. അപ്പം നമ്മൾ 30 days സ്പീക്കിംഗ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പല ക്ലാസ്സുകളുണ്ട്, പല രീതിയിലുള്ള ക്ലാസ്സുകൾ. അവിടെ നമ്മൾ ടെൻസസ് അങ്ങനെയൊന്നുമില്ല, പല ഗ്രീറ്റിങ്സ്, പിന്നെ കോൺവെർസേഷൻസ്, പിന്നെ സ്റ്റോറി ടെല്ലിങ്, പിക്ചർ ഡിസ്ക്രിപ്ഷൻ, ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഫ്രേസസ്, ഇഡിയംസ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാത്തിരിക്കുക, നാളെ നിങ്ങളുടെ ക്ലാസ് വരും. ഇത് കേൾക്കുന്ന നിങ്ങൾ പറയണം, നാളെ എത്ര മണിക്കാണ് ഞാൻ ഈ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യേണ്ടത്, നാളെ മുതൽ എത്ര മണിക്കാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരേണ്ടേ എന്നുള്ളത് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചെയ്യുക കേട്ടോ. അപ്പം ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റ് ഏത് സമയമാണ് എന്നുള്ളത് ആ സമയത്തായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ കാരണം നിങ്ങൾക്ക് ഓരോ തിരക്കുകളുണ്ടല്ലോ, അപ്പോൾ ആ തിരക്കുകളെ മാനിക്കുന്നു. കാരണം അത്രയും സീരിയസ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾ എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് കേട്ടാലുടൻ ഏത് സമയത്താണ് നിങ്ങൾക്ക് ക്ലാസ് കിട്ടേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ചെയ്യാനും മറന്ന് പോകരുത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നാളെ കാണാം കേട്ടോ. നാളെ നമ്മുടെ പുതുപുത്തൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.